ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂചിയും നൂലും കൈ കൊണ്ട് പോലും തൊടാതെ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡോർമാറ്റാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നൈറ്റിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിച്ച് കളറൊക്കെ മങ്ങുന്ന സമയത്ത് നൈറ്റി കളയുകയാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ കളയാൻ വെച്ചിരിക്കുന്ന നൈറ്റി ഇവിടെ 2 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 ഒക്കെ എടുത്ത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഡോർമാറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു 3-4 നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 4 ഒന്നും വേണ്ട കേട്ടോ, ഒരു 3 ഒക്കെ മതിയാവും, അല്ലെങ്കിൽ 2 ആയാലും മതി. ഇപ്പം നമുക്ക് കുറച്ച് മൾട്ടി കളർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഒക്കെ എടുത്താൽ പല പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം ഇതൊന്ന് മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മുടെ നൈറ്റിയുടെ താഴത്തെ ഭാഗത്ത് നിന്നാണ് മുറിച്ച് തുടങ്ങേണ്ടത്. അതായത് ഇതുപോലെ ഇത്രയും വീതിക്ക്, അതായത് ഒരു 1.5 ഇഞ്ച് വീതിയൊക്കെ മതിയാവും. 1.5 ഇഞ്ച് വീതിക്ക് ഇതുപോലെ നീളത്തിന് റിബൺ പോലെ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുള്ള് നൈറ്റി മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് വേണം ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നീളത്തിന് റിബൺ പോലെ കിട്ടും. അതിനുശേഷം ഒന്ന് കയ്യിലൊന്ന് ചുറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഒരു ഫുള്ള് 2 നൈറ്റി ഫുള്ള് വേണ്ടി വരും. അപ്പോൾ 2 നൈറ്റി ഫുള്ള് അങ്ങ് ഇതുപോലെ ചുറ്റി വെക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിനെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ സമയമുള്ള ഒരു സമയത്ത് TV കാണുമ്പോഴോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് മുറിച്ച് വെച്ചാൽ മതിയാവും. ഇനി ഇത് ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 ചേർത്ത് വയ്ക്കണം. 2 എടുത്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2ലും ഒരു അത്യാവശ്യം ഒരു വില ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോള് വീഴും, കണ്ടോ? അപ്പോൾ 2ലും ഹോൾ വീഴണം കേട്ടോ. അപ്പോൾ 2 ചേർത്ത് വെച്ചിട്ടോ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടോ ചെയ്യാം. 2ലും ഒരു വിരലിടുന്ന വലിപ്പത്തിൽ മാത്രം മതി കേട്ടോ ഹോള്. അപ്പോൾ ഈ ഒരു ഹോൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് 2 റിബൺ തയ്ക്കാതെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. റിബൺ അല്ല, തുണി പീസാണ്. അപ്പോൾ ഒന്നിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റിയതിന് ശേഷം ഈ ഒരു ഭാഗം പിടിച്ചിട്ട് ദാ ഉള്ളിലേക്ക് കടത്തി അകത്തേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ദാ ഇങ്ങനെ ഇത് ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇളക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണെന്നുള്ളത്. 2 ഹോൾ ഇടുക. ഒരു ഹോളിനകത്തൂടെ ഒരു തുണിയുടെ പീസ് കയറ്റി മറ്റേ ഹോളിൽ കൂടെ വലിച്ചെടുത്താൽ മതിയാവും. വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറുക്കി കൊടുക്കുക. മുറുക്കി കൊടുക്കുമ്പോൾ 2 സൈഡിൽ നിന്ന് 2 കൈ കൊണ്ട് വലിച്ചു കൊടുത്താൽ മാത്രം മതി, ഇങ്ങനെ ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ നീളത്തിൽ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ആദ്യമേ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെക്കരുത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്ത് തുടങ്ങുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കളറിലുള്ള, അതായത് 3 നൈറ്റിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. 3 കളറിലുള്ള ഈ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുത്ത റിബൺ പോലെയുള്ള തുണി ഒരുമിച്ച് വയ്ക്കുകയാണ്. ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോള് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു വിരൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോളാണ്. ഇനി 3 പീസ് ജോയിൻ ചെയ്യുന്നതും 2 പീസ് ജോയിൻ ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഇതുപോലെ ഒരു പീസിൻ്റെ അകത്തുകൂടെ 2 പീസ് ചേർത്ത് വെച്ചതിന് ശേഷം ആ പീസിൻ്റെ അകത്തുകൂടെ ഒരു പീസ് ഇതുപോലെ കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു ഹോളിലൂടെ ഈ ഒരു താഴത്തെ ഭാഗം വലിച്ച് അകത്തേക്ക് മുറുക്കുക. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ 3 പീസും കൂടെ ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ കെട്ടുവാണ് പതിവ്. കെട്ടുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, കുറച്ചുകൂടെ ഫിറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഫുള്ള് വലിച്ചെടുത്താൽ മതിയാവും. നല്ല മുറുകി കൈ കൊണ്ടൊന്ന് വലിക്കുമ്പോൾ തന്നെ മുറുകി കിട്ടും. 2 പീസാണെങ്കിലും 3 പീസാണെങ്കിലും ഒക്കെ 4 പീസാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് തുണിയുടെ പീസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി, മനസ്സിലാവും. അപ്പോൾ നമുക്കിനി മുടി പിന്നിയിടുന്ന പോലെ പിന്നിയിട്ട് കൊടുക്കാം. നമ്മൾ എല്ലാ പെൺകുട്ടികൾക്കും മുടി പിന്നീട് അറിയായിരിക്കും. അതേപോലെ തന്നെയാണ് 3 പിരിയിൽ പിന്നിയിടുന്ന പോലെ മുടി ഒന്ന് ഇതുപോലെ പിന്നി എടുക്കുക. അപ്പം അതുപോലെ നമ്മൾ നൈറ്റിയുടെ പീസാണ് പിന്നി എടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വൃത്തിക്ക് പിന്നുക. പക്ഷേ അധികം ടൈറ്റാക്കി പിന്നരുത് കേട്ടോ, കുറച്ച് ലൂസാക്കിയിട്ട് വേണം പിന്നിയെടുക്കാൻ. ടൈറ്റാക്കിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത്ര നീളത്തിനായിട്ടുണ്ട്. നമ്മുടെ ആ കൈയുടെ ഒരു വലിപ്പത്തിന്, മുട്ടിൻ്റെ അവിടം വരെയുള്ള വലിപ്പത്തിനായിട്ടുണ്ട്. അത്രയാകുമ്പോൾ നമുക്കിങ്ങനെ വളച്ചു കൊടുക്കാം. വളച്ചതിന് ശേഷം ഒരു 2 പിന്നൽ ഇതുപോലെ പിന്നിയതിന് ശേഷം 3ാമത്തെ പിന്നൽ കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു തുണി എടുത്ത് സൈഡിലേക്ക് വരുന്ന ഈ ഒരു റിബൺ പീസ് എടുത്ത് ഒന്നിൻ്റെ അകത്തൂടെ കയറ്റിയെടുക്കുക. നമ്മൾ മറ്റേ സൈഡ് പിന്നിയതിൻ്റെ അകത്തൂടെയാണ് കയറ്റിയെടുക്കുന്നത്. അപ്പോൾ 2-3 കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിന് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തയ്ക്കുന്നില്ലല്ലോ, അപ്പം ജോയിൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുള്ള് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഇങ്ങനെ അകത്തൂടെ കയറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പിന്നൽ വീണ്ടും പിന്നി കൊടുക്കുക. 3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പിന്നിയതിന് ശേഷം ഏറ്റവും സൈഡിലുള്ളതാണ് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് നീളമുള്ള ത്രെഡാണെന്നുണ്ടെങ്കിൽ പിന്നി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ തീരുന്നതനുസരിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജോയിൻറ്റ് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ.
അപ്പോൾ എന്താ ഈ സൈഡിലുള്ളത് ഇതുപോലെ അകത്തേക്ക് കയറ്റി ഉള്ളിലൂടെ കയറ്റിയിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പോവുക. വീണ്ടും അതുപോലെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ വലിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. അതുപോലെ നമ്മൾ പിന്നുമ്പോൾ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടൈറ്റായിട്ട് പിന്നിയാൽ നമുക്ക് ഉള്ളിലൂടെ കയറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് ലൂസാക്കിയിട്ട് പിന്നുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇത് ഫുൾ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് രണ്ടാമത്തെ ഒരു വരിയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ റൗണ്ടായിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കറക്കി കറക്കി ചെയ്യാം, ഓവലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കൈ വളച്ചു കൊടുത്താൽ മതിയാവും. ഉള്ളിലൂടെ കയറ്റി തന്നെയാണ് ഫുൾ എടുക്കുന്നത്. തീരുമ്പോൾ മാത്രമേ ഇതിനൊരു ചെയ്യുന്ന രീതിക്കൊരു മാറ്റം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യുന്നത് മാത്രം ചെയ്തു കൊടുത്താൽ മതിയാവും. നമ്മുടെ ആ ഒരു റിബൺ തീരുന്ന അനുസരിച്ച്, റിബൺ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നൈറ്റിയുടെ പീസാണ് കേട്ടോ. അപ്പോൾ അത് തീരുന്ന അനുസരിച്ച് ജോയിൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ നമുക്കുള്ളൂ. ഇതിനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തേണ്ട. നമ്മൾ TV കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പാടുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഒരു മാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വ്യൂവേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തപ്പോൾ വളരെ നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഫെമിക്കൂളിൻ്റെ സാനിറ്ററി പാഡ്സ് ആണ്. അപ്പോൾ ഞാൻ ബഹ്റൈനിലായതുകൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള പ്രോഡക്റ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഇത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. പക്ഷേ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനും കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്മെല്ലാണ്. നല്ലൊരു ഹെർബൽ സ്മെല്ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും ഒക്കെ. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം, കാണിച്ചും തരാം, ഒന്ന് ഓപ്പൺ ചെയ്തും കാണിക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അല്ലാതെ കടകളിലും എല്ലാം കിട്ടും കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു നീളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല നീളമുള്ള പാഡാണ്. ഇതിപ്പോൾ എക്സലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എക്സലിൻ്റെതിൽ ഒരു പാക്കറ്റിൽ വരുന്നത് 6 പാഡാണ്. അതുപോലെ നല്ല കൂളിംഗ് എഫക്റ്റാണ്. നല്ല ഈ ചൂടുകാലത്തൊക്കെ നല്ലൊരു തണുപ്പ് ഫീൽ ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതെനിക്ക് വേറൊന്നിലും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു നീളവും അതുപോലെ തന്നെ ആ ഒരു എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ പാക്കറ്റ് ഞാൻ കാണിക്കുവാണ്. ഇപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഹെർബൽ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ആ സ്മെല്ല് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ കണ്ടോ, എൻ്റെ ഈ ഒരു കൈയുടെ ഇത്രയും ഒരു നീളത്തിലുണ്ട് ഈ ഒരു എക്സലിൻ്റെ പാഡ്. അപ്പോൾ നമുക്ക് ലീക്കൊന്നും ഇല്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് വലിയ വിലയൊന്നുമില്ല. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നത് കൂടുതലും ലേഡീസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കാം കേട്ടോ. ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നവർ വേണമെങ്കിലും എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ അല്ലാത്തവർക്ക് ഇത് ഉപകാരപ്രദമാവും. അപ്പം നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റ് പകുതി ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു പീസ് തുണി തീർന്നു പോയി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന്, അതേ രീതിയിൽ തന്നെയാണ് ഫുള്ള് ജോയിൻ ചെയ്ത് ഇതുപോലെ കറക്കി കറക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഫുള്ള് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. ഒരു റൗണ്ട് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡോർമാറ്റ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ വലിയ മാറ്റുകളൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നല്ല വലിച്ചെടുത്താൽ നമുക്കിത് മനസ്സിലാവും, നല്ല വലിഞ്ഞിങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതൊരു നൈറ്റിയുടെ തുണി കൊണ്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് നമ്മുടെ ലുങ്കി വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്, സാരി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര വലിപ്പമായപ്പോൾ മതിയാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ തുണി എടുത്തിട്ട് ഇതുപോലെ പിന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തയ്ക്കുന്നതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ 2 എണ്ണം ചേർത്തിട്ട് ഒന്ന് മുറുക്കി വലിച്ചൊന്ന് കെട്ടുക. ഒന്ന് കെട്ടിയതിന് ശേഷം നമുക്കിത് 3 പീസ് ഉണ്ടാവുമല്ലോ, ആ എക്സ്ട്രാ ഉള്ള ആ 3ാമത്തെ പീസ് വീണ്ടും കെട്ടണം. അപ്പോൾ കെട്ടുന്ന സമയത്ത് നല്ല മുറുക്കി തന്നെ കെട്ടണം കേട്ടോ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 3ാമത്തെ പീസ് ഒന്ന് അകത്തും കൂടെ കയറ്റിയെടുത്തതിന് ശേഷം ഒന്നും കൂടെ വലിച്ച് മുറുക്കി വന്നിട്ട് കെട്ടിയെടുത്താൽ മതിയാവും. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാത്തൊരു മാറ്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, നമുക്ക് പെട്ടെന്ന് കെട്ടിയെടുത്താൽ തന്നെ മതിയാവും. 1 or 2 കെട്ട് എക്സ്ട്രാ വെച്ചതിന് ശേഷം ബാക്കിയുള്ള തുണി ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ ഇരിക്കുക. നമുക്ക് എത്ര വേണമെങ്കിലും കഴുകി യൂസ് ചെയ്യാം.
വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം, അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കഴുകി സർഫ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റിൻ്റെ വെള്ളത്തിലോ ഒക്കെ മുക്കി വെച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഇളകിയൊന്നും പോവില്ല, ഇതെല്ലാം കൂടെ ഒറ്റ പീസാണല്ലോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു മാറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കൂടെ കാണാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം താങ്ക് യു.